പൊന്നാനി ചമ്രോട്ടം വഴി കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഈ ബസ്സിൽ ഞാൻ തിരൂര് വരെ മാത്രമേ പോകുന്നുള്ളൂ. അവിടെ ഒരു ഗൾഫ് മാർക്കറ്റ് ഉണ്ട്, അതൊന്ന് കാണണം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇത് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള റൂട്ടാണ്. തൃശ്ശൂര് എടപ്പാൾ വഴി കോഴിക്കോട്ടേക്ക് പോയില്ലേ, ആ റൂട്ടിനേക്കാൾ ഏകദേശം ഒരു 38 കിലോമീറ്റർ ലാഭിക്കാം നമുക്ക് ഈ വഴി യാത്ര ചെയ്യുമ്പോൾ. റോഡെല്ലാം കുളമായി കിടക്കുകയാണ് എന്നതാണ് ഈ വഴിയുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലത്തിന്റെ പേര് നരിപ്പറമ്പ്. ഇതൊരു പുഴയോര ഗ്രാമമാണ്. അതുകൊണ്ട് തന്നെ പുഴമീൻ കിട്ടുന്ന ഒരുപാട് കടകളുണ്ട്. അതുപോലെ തന്നെ പൊന്നാനി ഹാർബർ അടുത്തായതുകൊണ്ട് കടൽ മീനും ഇവിടെ കിട്ടും. ഇവിടെയുള്ള മീൻ കടകളൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ചാലുവാകും. ഈ കാണുന്നത് ഭാരതപ്പുഴയാണ്. ഈ പുഴയുടെ അപ്പുറത്തുള്ള ഗ്രാമത്തിന്റെ പേര് ചമ്മറവട്ടം. അതുകൊണ്ട് തന്നെ ഈ പാലം അറിയപ്പെടുന്നത് ചമ്മറവട്ടം പാലം എന്നാണ്. പാലത്തിന്റെ ഒരു വശത്ത് നിറയെ ഷട്ടറുകളാണ്. ഈ ഷട്ടറുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഭാരതപ്പുഴയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കുറ്റിപ്പുറം വരെ വെള്ളം കെട്ടിക്കിടക്കും. പക്ഷെ ഇത് പണിതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഈ വേനൽക്കാലത്ത് കുറ്റിപ്പുറത്തൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഭാരതപ്പുഴ മരുഭൂമിയായിട്ടായിരിക്കും കിടക്കുക. അങ്ങനെ നമ്മൾ പാലം കടന്ന് ചമ്മറവട്ടത്ത് എത്തിയിരിക്കുകയാണ്. ഈ ചമ്മറവട്ടത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം ഈ ചമ്മറവട്ടമാണ്. മലപ്പുറം ജില്ലയിലെ ഗ്രാമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, സംഭവം പൊളിയാണ്. കാരണം ഒരു ചെറിയ ടൗൺ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കിട്ടാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഒരു ഗ്രാമത്തിലായ തന്നെ ഒരു ജ്വല്ലറി എങ്കിലും ഉണ്ടാവും. നമ്മൾ എത്തിയിരിക്കുന്നത് ആലത്തിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആലത്തിയൂർ ഈ റൂട്ടിലെ ഒരു അത്യാവശ്യം ചെറിയ ടൗൺ ആട്ടോ. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല മലപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഈ ടൗണുകൾ തമ്മിലുള്ള ദൂരം അധികം ഉണ്ടാവില്ല. അങ്ങനെ ചെറിയ ചെറിയ ടൗണുകളൊക്കെ കഴിഞ്ഞ് മലപ്പുറത്തിന്റെ ബിസിനസ് കേന്ദ്രമായ തിരൂരിൽ എത്തിയിരിക്കുകയാണ്. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ ജന്മനാട് തിരൂരാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ വാഗൺ ട്രാജഡി അരങ്ങേറിയത് തിരൂരുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ തിരൂരിലെ ടൗണില് അതിന്റെ ഒരു സ്മാരകമുണ്ട്. ഈ കാണുന്നത് 48 കിലോമീറ്റർ മാത്രം നീളമുള്ള തിരൂർ പുഴയാണ്. ഇതിൽ ഞാനൊരു ബോട്ട് ചെട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ബോട്ട് ഉള്ളത് ടൂറിസത്തിന് വേണ്ടിയിട്ടാണ്. ഇതിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ടൗൺ മൊത്തം കാണാം എന്ന് തോന്നുന്നു. എനിക്ക് കയറാൻ സാധിച്ചില്ല. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെയ്യുന്ന, അതായത് ഏറ്റവും ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഈ കാണുന്നത്. തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്കായിരുന്നു ആദ്യത്തെ ട്രെയിൻ സർവീസ്. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ തിരൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഗൾഫ് മാർക്കറ്റ്. ഇനി നമുക്ക് ഗൾഫ് മാർക്കറ്റ് ഒന്ന് കറങ്ങി കാണാം. ഇപ്പോൾ സമയം വൈകുന്നേരം ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് മാർക്കറ്റിൽ. മാർക്കറ്റിന് മുമ്പിലായിട്ട് ഇങ്ങനെ ഈ അണ്ടർവെയറും മറ്റുള്ള ഫുട്പാത്ത് സാധനങ്ങളൊക്കെയാണ് വിൽക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ ഉള്ള സാധനങ്ങൾ വിലക്കുറവിൽ കിട്ടുന്ന ഒരു മാർക്കറ്റായിരുന്നു ഇത്. പക്ഷെ ഇപ്പോൾ മൊബൈൽ കടകളാണ് കൂടുതൽ. മൊബൈൽ ആക്സസറീസ് അത് ധാരാളം ഇവിടെ കിട്ടും. ഇപ്പൊ ഈ സെക്കൻഡ് ഹാൻഡ് മൊബൈലൊക്കെ ഇല്ലേ, വളരെ ചീപ്പായിട്ട് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട് മൊബൈൽ മേടിക്കാനായിട്ട്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനൊരു സെയിൽസ്മാനാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ആ കടകളൊന്നും ഇന്ന് കാണുന്നില്ല. അതിന് പകരമായിട്ട് മൊബൈൽ കടകളാണ് ഇവിടെ കൂടുതൽ. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ ഉള്ളൂ. ഇത് എറണാകുളം അതുപോലെ തൃശ്ശൂർ മാർക്കറ്റിന്റെ അത്ര ഇല്ല കേട്ടോ. മൊബൈലിനൊക്കെ മറ്റുള്ള സാധനങ്ങളുണ്ടല്ലോ, സ്റ്റേഷനറികൾ, അതിന് അത്ര പോരാ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്